ഹായ് മക്കളെ, അപ്പോൾ നാളെ നമ്മുടെ അക്കൗണ്ടൻസി എക്സാം ആണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫുൾ ചാപ്റ്റർ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകണം. ഓക്കെ, നാളത്തെ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്ററിലെയും നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോൾ ഒന്നും പഠിക്കാത്ത കുട്ടികളാണ് നിങ്ങൾ അല്ലെങ്കിൽ പോലും മക്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ക്വസ്റ്റ്യൻസ് നിങ്ങളിത് പഠിക്കാൻ റെഡിയാണെങ്കിൽ നാളത്തെ എക്സാം ഒരു ഡൗട്ടും വേണ്ട, നല്ല രീതിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നാളെ രാവിലെ നമ്മൾ ബൂസ്റ്ററും ചെയ്യുന്നുണ്ടാവും. രാവിലെ 6 മണിക്ക് നമ്മൾ ബൂസ്റ്ററും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിലും ജോയിൻ ചെയ്യുക, എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ റെഡി? യെസ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങളിതാ ഇന്നത്തെ ദിവസം സെറ്റായിട്ട് നോക്കിയിരിക്കേണ്ട അക്കൗണ്ടൻസി തിയറി. നമുക്കറിയാം +1 ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ തിയറീസ് നിങ്ങൾ നോക്കണം എന്നുള്ളത് സാറെന്ന് പറയാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലെ ടേംസ് അറിയാലോ, ഒരുവിധം എല്ലാ ടേംസിനെ കുറിച്ച് നല്ല രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരുവിധം ടേംസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതന്നെ അതുപോലെ തന്നെ അസറ്റിൻ്റെയും കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, അതുപോലെ ലാബിലിറ്റി, സ്റ്റോക്ക്, ഇൻവെൻട്രി, ഗുഡ്സ്, വൗച്ചർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ്. അതൊക്കെ നല്ല രീതിക്ക് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അസറ്റിനും അതുപോലെ തന്നെ ലാബിലിറ്റിക്കൊക്കെ എന്തുണ്ട്, നമ്മളെന്താ ടൈപ്പുകളായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊക്കെ നല്ല രീതിക്ക് മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിലുള്ള യൂസേഴ്സ്. ഓക്കെ, യൂസേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇതൊക്കെ എന്താ 2 മാർക്ക് 3 മാർക്കൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുറേ ആൾക്കാർ തന്നിട്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ തരംതിരിച്ച് ചെയ്തു എന്നൊക്കെയുള്ള രീതി ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് മക്കൾക്ക് എഴുതാൻ പറ്റണം. സോ പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആദ്യ ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമുക്ക് തിയറിയും കാര്യങ്ങളാണ് വരുന്നത്. അത് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ദെൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ് അല്ലേ, നമുക്ക് പഠിക്കാനുള്ള എല്ലാ കൺസെപ്റ്റുകളെ കുറിച്ചും നല്ല രീതിക്ക് മക്കൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഓരോ കൺസെപ്റ്റിലും ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മളത് പറയുന്നത്, അത് നിങ്ങൾ നല്ല രീതിക്ക് മനസ്സിലാക്കി വെച്ചോളാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ അത് നല്ല രീതിക്ക് പഠിച്ചു വെച്ചിരിക്കുക. കൺസെപ്റ്റും കാര്യങ്ങളൊന്നും മിസ്സാക്കാൻ പാടില്ല. ദെൻ എന്താണ് ഗ്യാപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ജസ്റ്റ് അതൊക്കെ ഒരു 1 വേർഡൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്താണ് വന്നോടാന്നില്ല. ഗ്യാപ്പ് എന്ത് ഫുൾ ഫോം ചെയ്തു എന്നൊക്കെ രീതിയിൽ വന്നോടാന്നില്ല. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക അതിൻ്റെ കൂടെ തന്നെ. ദെൻ അടുത്തത് നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അറിയാലോ. അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. അത് അസറ്റും ലാബിലിറ്റിയും മാത്രം തരും, ഗ്യാപ്പിൽ കണ്ടുപിടിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുകൂടാതെ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻസ്, എന്താണ് നമുക്ക് ട്രാൻസാക്ഷൻ തന്നുകൊണ്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് വന്നിരിക്കും. അപ്പം അക്കൗണ്ടിങ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളുക. പിന്നെ നമ്മുടെ ജേണലിനെ കുറിച്ചും അതുപോലെ തന്നെ ലെഡ്ജറിനെ കുറിച്ചും നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളുക. എന്താണ് ജേണൽ, എന്താണ് ലെഡ്ജർ എന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താ ജേണലിൻ്റെ കുറച്ച് ടൈപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും ടൈപ്സിൻ്റെ കൂടെ നമ്മളതാ പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ പേരുകളുണ്ട് അല്ലേ ജേണലിനും ലെഡ്ജറിനുമായിട്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ സെക്കൻഡറി, പ്രൈമറി അക്കൗണ്ട്, സെക്കൻഡറി അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ല പ്രൈമറി ബുക്ക്, സെക്കൻഡറി ബുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ എന്താണ് കുറേ പേരുകൾ നമുക്ക് പല രീതിയിലും ചിലപ്പോൾ എന്താണ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ട്രയൽ ബാലൻസ് എന്താണ്, ട്രയൽ ബാലൻസ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തെന്നുള്ള പഠിച്ചു വെക്കണം, അതിൻ്റെ റീസൺസ്. ഓക്കെ, എങ്ങനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും എന്താണ് ഡിഫറൻ്റ് ആവുന്ന കേസുകളാണ്. അപ്പോൾ എന്തൊക്കെ റീസൺസിലൂടെയാണ് അത് ഡിഫറൻ്റ് ആവുന്നത്. ഓക്കെ, 2 മെയിൻ ഹെഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതിൽ ഓരോന്നിലും സംഭവിക്കുന്ന എഫക്റ്റ് അല്ലെ, ഓരോന്നിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചിലതിന് പാസ്ബുക്ക് ബാലൻസ് ഇൻക്രീസ് ആയിരിക്കും, ക്യാഷ് ബുക്ക് ബാലൻസ് കുറവായിരിക്കും. ചിലതിന് ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്തിരിക്കും, പാസ്ബുക്ക് ബാലൻസ് കുറവായിരിക്കും. റെഡി? അത് പ്രോപ്പറായിട്ട് മക്കൾ ഓരോന്നിൻ്റെയും എഫക്റ്റ് ഉൾപ്പെടെ മക്കൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം ചോദിക്കും, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അല്ലെ. ഇങ്ങനെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ റീസണിൽ പാസ്ബുക്ക് ബാലൻസ് ഇൻക്രീസ് ആയി കിടക്കുന്ന ഏതെങ്കിലും 2 or 3 സിറ്റുവേഷൻ ചെയ്തു 2-3 മാർക്കിനാ ചോദിക്കുക. അപ്പോൾ നല്ല രീതിക്ക് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ, സെറ്റ്, റെഡി? ദെൻ ഓക്കെ, ദെൻ നമ്മൾ ഡിപ്രീസിയേഷൻ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഡിപ്രീസിയേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്തിനാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെത്തേഡിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ഉണ്ട് അല്ലേ. ഈ 2 മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഈ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡിഫറൻസ് 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിസർവും പ്രൊവിഷനും. ഓക്കെ, 2നും ടൈപ്സുകളും കാര്യങ്ങളും ഉണ്ട്.
യെസ്, റിസർവിൽ തന്നെ ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ് എന്നൊക്കെ പറഞ്ഞ ടൈപ്പുകളുണ്ട്. അപ്പോൾ ആ ക്യാപിറ്റൽ റിസർവിനും റവന്യൂ റിസർവും തമ്മിൽ ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ട് കാണാറുണ്ട് നമ്മൾ. ഓക്കെ, അപ്പം എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. റിസർവ് എന്ത്, പ്രൊവിഷൻ എന്ത്, അതിൻ്റെ ടൈപ്സുകൾ ഒക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസും മക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാസ്റ്റിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചു വെച്ചെടുക്കുക. പിന്നെ നമ്മളെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചെറിയൊരു ഇക്വേഷനും കാര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ, അതൊന്നും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ചെറിയ രീതിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2-3 മാർക്കിന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് അമൗണ്ടുകൾ ക്വസ്റ്റ്യൻ തരും. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ എഴുതി കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അത് പഠിച്ചു വെച്ചിരിക്കണം. ദെൻ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഓക്കെ, ഒരുവിധം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും നല്ല രീതിക്ക് മക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. ഓരോന്നിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വ്യക്തമായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് പെട്ടെന്നൊന്ന് എല്ലാ ചാപ്റ്ററിലൂടെ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട തിയറി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു വെച്ചോളാം തിയറി ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം വൈസ് തിയറി നമുക്ക് ചോദിക്കാം. ഓക്കെ, പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല ജേണൽ എൻട്രികളും കാര്യങ്ങളൊക്കെ തിയറി പോർഷൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതും നല്ല രീതിക്ക് തന്നെ പഠിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക, അതിനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, നമ്മളെ ലൈവിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മതി, നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, സെറ്റ് ആക്കുക നാളെ. ഓക്കെ, ബൈ.